ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ജിനു ആൻഡ് ഷാക്കിർ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ബർത്ത്ഡേ സർപ്രൈസ് വ്ലോഗായിട്ടാണ്. അതെ, നമ്മുടെ ഇസുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. മാർച്ച് 18-നാണ് ബർത്ത്ഡേ. അപ്പം ഞാൻ വ്ലോഗ് ഇടാൻ വേണ്ടി കുറച്ചൊന്ന് ലേറ്റായി. അപ്പോൾ ഏതായാലും നമ്മളെ ഇന്നത്തെ നമ്മുടെ ഇസുക്കുട്ടൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഇല്ല പൊട്ടിച്ചിട്ടില്ല. അമ്മ ചൂട്ടി എടുത്ത ചോളിട്ടോ. നമുക്ക് സ്കൂളിൽ പോയി വന്നിട്ടൊക്കെ തിന്നാം. എന്താ ദിയമോള എന്റെ കുട്ടിന്റെ എടുക്കണേ? ആ, ഓനെ താത്ത ഗിഫ്റ്റ് കൊടുത്തതാണത് അല്ലേ? നമ്മളെ കുട്ടിയാട്ടോ. ഓനങ്ങൾ എങ്ങനെ മയക്കിരുത്തെന്നൊന്ന് പറഞ്ഞ് ഒരു ബുക്കിൽ എഴുതിയേക്കണേ. ഓൻ ഇത്ര മുട്ടായി കിട്ടിയപ്പോ ഓനെ നന്ദം വിട്ട് രാവിലെ തന്നെ. പക്ഷെ ഓൻ ഫസ്റ്റ് വിചാരിച്ച നിങ്ങള് വറുത്തിടാനെന്നാ. ഇസുട്ടാ ഇത് താത്തനോട് താങ്ക് യു പറയുന്നില്ലേ? കേക്കട്ടെ, ആൾക്കാർ വിചാരിക്കൂ താങ്ക് യു പറഞ്ഞിട്ടില്ല. താങ്ക് യു പറ. താങ്ക് യു. അങ്ങനെ താത്തൻ്റെ കയ്യിൽ നിന്ന് മിഠായും കാര്യങ്ങളൊക്കെ കിട്ടി. രാവിലെ തന്നെ അവന് സന്തോഷമായിട്ട് അപ്പോൾ നല്ല രീതിയിൽ കുളിച്ചൊക്കെ മാറ്റി അവന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അവന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സുൻക്ക് നല്ല അടിപൊളി മുട്ടായിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തലേന്ന് തന്നെ. പിന്നെ രാവിലെ സുൻക്ക് വന്നിട്ട് കൊണ്ടുപോകലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ സുൻക്ക് വന്നപ്പോൾ പെട്ടെന്ന് ഇതാ ബാഗും ബുക്കൊക്കെ എടുത്തിട്ട് മൂപ്പര് ഓടുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായി മാറ്റിയൊക്കെ പോകുന്നുണ്ട്. അപ്പം ഞാൻ അവനെ പോയതിന് ശേഷമാണ് ഇതാ നമ്മളെ MS-ൻ്റെ എണ്ണയും കാര്യങ്ങളും ഫേസ് പാക്കും എണ്ണയും എല്ലാം MS-ൻ്റെതാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. നമ്മളത് ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാ വേറെ ഒന്നുമല്ലേ. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് മോക്കൊക്കെ ഇതാ പാലും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ അവളെയൊക്കെ കിടത്തുറക്കിയിട്ടുണ്ട്. ശേഷം കുറച്ച് ഡാപ്പേഴ്സ് ഉണ്ടാക്കി വെക്കാറാണ് കേട്ടോ പതിവുള്ളത്. നമ്മളെ തുണി കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഇസുക്കുട്ടനെ പ്രസവിച്ച ആ ടൈമിൽ അവിടുത്തെ സിസ്റ്റേഴ്സാണ് കേട്ടോ എനിക്കിത് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം ഞാനതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നോമ്പും കൂടി ആയതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണല്ലോ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഉമ്മ തുണികളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാനത് കുറച്ചൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു വ്ലോഗിൽ ഇത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നല്ലൊരു ഹെൽപ്ഫുള്ളാണ്. പെട്ടെന്ന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിപ്പോൾ ഈ വ്ലോഗ് ഇടാൻ വേണ്ടി ഞാൻ കുറച്ച് ലേറ്റായി. നമ്മൾ ഇതൊക്കെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കാതെ തന്നെ ആയിപ്പോയല്ലോ. അപ്പോൾ തലേന്ന് ഇത് ഇടാനായിരുന്നു വിചാരിച്ചിരുന്നത്. ഏതായാലും കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. പിന്നെ അവൻ്റെ സ്കൂൾ 9:15 തുടങ്ങിയാൽ പിന്നെ ഒരു 2:30 ആകുമ്പോഴത്തേനും വിടും കേട്ടോ. അപ്പം 2:45 3 മണിൻ്റെ ഉള്ളിൽ അവനിവിടെ വീട്ടിലെത്തും. അങ്ങനെ ഇതാ അനിയത്തിമാരാണ് അവനെ വണ്ടിയിൽ നിന്നൊക്കെ ഇറക്കി കൊണ്ടുവന്നത്. അപ്പം എൻ്റെ ബാക്കിലൊക്കെ നിന്നിട്ട് ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അവൻ്റെ ഡേ ആണെന്ന് അവന് മനസ്സിലായത് ഇന്നാണ് കേട്ടോ. സത്യത്തിൽ ബർത്ത്ഡേ ആണെന്ന് നമ്മൾ പറയാൻ തന്നെ ഉള്ളൂ. എനിക്ക് എത്ര നോമ്പ് കിട്ടി ഇപ്രാവശ്യം? എത്ര? 4 സത്യം പറയണം. സത്യം. ഇന്നിപ്പോ എനിക്ക് ആരൊക്കെ ഗിഫ്റ്റ് തരിക ബർത്ത്ഡേക്ക്? അങ്ങോട്ടേക്ക് കുട്ടുമാമനെയോ? അബിയും കുട്ടുമാമനും പിന്നെ സനിമാമനെയും. സനിമാമക്കല്ലേ ജീപ്പ് വണ്ടി കഴിയ? എന്നോട് ആര് പറഞ്ഞേ ജീപ്പാണ് വാങ്ങണത്? ഇലക്ട്രിക് ജീപ്പ് ഒന്നും വാങ്ങണില്ല. എന്താ പറഞ്ഞ കഥ? ഈ സാധനങ്ങൾ പിറ്റേന്ന് പൊട്ടിക്കുന്ന ആളായതുകൊണ്ട് ഇനി നല്ലതിലേക്ക് സാധനം എടുത്ത് വെക്കണ അന്ന് മുതൽ എനിക്ക് അങ്ങനത്തെ വലിയ വലിയ സാധനങ്ങൾ വാങ്ങി തരുള്ളൂ എന്ന് അബ്ബ പറഞ്ഞിക്കണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞമ്മക്കത് കണ്ട് ബോധ്യപ്പെടണം, എന്നിട്ടേ നമ്മൾ ഇലക്ട്രിക് ജീപ്പൊക്കെ വാങ്ങി തരുള്ളൂ. എനിക്ക് പ്രാവശ്യം ഒന്നും വാങ്ങി തരുന്നില്ല. ഇജ് വിചാരിച്ച സാധനം ഫോണിൽ നിന്നല്ല, അത് നമ്മളും വിചാരിച്ചിട്ടില്ല. ഇജ് പറഞ്ഞില്ല ഇപ്പൊ ഇലക്ട്രിക് ജീപ്പ് അങ്ങനത്തെ വലിയ സാധനങ്ങളൊന്നും വാങ്ങി തരില്ല. വേണം എന്തെങ്കിലും ഒരു മുട്ടായി ഒക്കെ വാങ്ങിത്തരാം. വേണം എന്തെങ്കിലുമൊക്കെ ഒരു മുട്ടായി ഒക്കെ വാങ്ങിത്തരാം. മുട്ടായി മാത്രം പോരെ? എന്താണ് അതിന് ഇറങ്ങാറാക്കല്ലേ?
ആയിക്കോട്ടെ. അപ്പൊ മമ്മന്റെ കൂടെ ഉള്ള വീഡിയോ ഒന്നും ഇല്ല. ആ ബേബിന്റെ പൊട്ടടിച്ച മാതിരിയൊക്കെ അപ്പൊ എന്റെതും അടിച്ചിക്കണ്. ഇങ്ങോട്ട് അബ്ബ വിട്ട വീഡിയോ മുഴുവനായിട്ട് കാണിച്ച് അബ്ബക്ക് കൊറേ ഉമ്മ കൊടുക്കുന്നുണ്ട്. മമ്മക്ക് ഇതുവരെ ഒരു ഉമ്മയും തന്നില്ല. എത്ര ഉമ്മ കൊടുത്തു അബ്ബക്ക് ഇതൊക്കെയാ. മമ്മക്ക് ഉമ്മ വരുവോ? അമ്മ കുറച്ചും കൂടി വലുതാവണ്ട. അബ്ബന്റെ മാതിരി വലുതായാലും ചുമ്മ എനിക്ക് തരുള്ളൂ. ഞാനും അബ്ബന്റെ മാതിരിയൊക്കെ വലുത് തന്നെയല്ലേ. ഞാൻ അബ്ബന്റെ തലേന്റെ എത്ര വലിപ്പുണ്ട്. ആയിക്കോട്ടെ, ഞാൻ മനസ്സിലാക്കാനായി. അവന് സ്കൂളിൽ വിട്ട് വന്നത് അറിഞ്ഞിട്ട് അബ്ബി ഇവരൊക്കെ വെയിറ്റിംഗ് ആണ് കേട്ടോ അവന് സർപ്രൈസ് കൊടുക്കാനായിട്ട്. അപ്പം ഞാനും വിചാരിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ ഒരു ജീപ്പ് അവന് വാങ്ങിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പോൾ അവർ ഏതായാലും സർപ്രൈസ് ആയിട്ട് വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഇതാണ് അവന് കൊടുക്കുന്നത് എന്നുള്ളത് തന്നെ അറിഞ്ഞത്. മാഷാഅല്ലാഹ് കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി. അവനും സന്തോഷം കൊണ്ട് തുള്ളി ചാടണം കേട്ടോ. അവന് എവിടെന്നോ അറിഞ്ഞിട്ടുണ്ട് സംഭവം ജീപ്പാണ് വാങ്ങിക്കുന്നത്, ജീപ്പാണ് അപ്പോൾ അവന് നേരത്തെ ചോദിച്ചപ്പോൾ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഓന് ആദ്യമേ കൊടുത്തിട്ടുള്ള ഒരു ജീപ്പ് അവന് യൂസ്ഫുൾ അല്ലാതെ പോയല്ലോ ആ ഒരു വയസ്സിൽ കൊടുത്തത്. ഇപ്പം എന്താ ഇത് കൊടുത്തപ്പോൾ അവന് ഭയങ്കര തുള്ളിച്ചാടി അതിൽ കയറിയിരുന്നു. ഇപ്പം നമ്മൾ മാളിലൊക്കെ പോകുന്ന ടൈമിലാണ് അവന് ആ ഒരു ജീപ്പ് എന്തായാലും ഓടിക്കണം എന്ന് പറയുന്നത്. കാരണം വീട്ടിലെ ജീപ്പ് വർക്ക് ചെയ്യില്ല, ആ ഫുള്ള് കഴുകി ഒന്നായിട്ട് ഇതാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ബാബിൻ്റെ അടുത്ത സർപ്രൈസ് അവന് കിട്ടിയത് കേട്ടോ. നല്ല അടിപൊളി സർപ്രൈസാണ് കിട്ടിയിട്ടുള്ളത്. ഫുൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്രെയിൻ പാളത്തിൽ ഓടുന്ന ട്രെയിനാണ് കേട്ടോ. അപ്പോൾ അതും അവന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ബാബിക്ക് ഒരു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വകയായിട്ട് ചെറിയൊരു കുഞ്ഞു RC കാർ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവന് ഇഷ്ടമുള്ള ഒരു സംഗതിയാണിത്. RC കാർ അത് റിമോട്ടിൽ ഓടുന്ന കാറാണ്. അങ്ങനെ അതും ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പിന്നെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇടണം, എന്നിട്ടാണ് അത് ഓടിക്കാൻ പറ്റുക. അപ്പോൾ അത് ജസ്റ്റ് എടുത്ത് വെച്ചു. അതിൻ്റെ ഇടയിൽ ഇത് അവർ സർപ്രൈസായിട്ട് കേക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നട്ടി ബബിൾ കേക്കാണ്. അപ്പോൾ അതും അവനെ കൊണ്ട് മുറിപ്പിച്ചിട്ടു. അപ്പം കേക്ക് ഇപ്പോൾ നോമ്പായതുകൊണ്ട് നമുക്കാർക്കും കഴിക്കാൻ വയ്യ. അങ്ങനെ പിന്നെ ഏതായാലും നോമ്പ് തുറന്നതിന് ശേഷം എല്ലാവർക്കും കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഷിമു കൊടുത്ത ട്രെയിനിൻ്റെ ആ പാളും കാര്യങ്ങളൊക്കെ ഒന്ന് അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മമ്മ അതാ ഒരു എന്തോ സാധനം കൊണ്ട് അത് പറഞ്ഞു കൊടുക്കരുത് അതിൻ്റെ ഇടയില്. അത് നമ്മള് മാത്രം അറിയണം. വേണം, എന്റെ കുട്ടിക്ക് എല്ലാരും വേണം അല്ലേ. എടി അതെന്താ അറിയോ, കുഞ്ചിയാണ് കുഞ്ചി. ഇസുകൂട്ടന്റെ പൈസ ഇടാനുള്ള ഇസുകൂട്ടന്റെ പൈസ ഇസു അങ്ങോട്ട് നോക്കിയാ, ഇങ്ങോട്ട് കാണിച്ചെന്നാ, ഇങ്ങോട്ട് കാണിച്ചെന്നാ. മാഷാ അല്ലാഹ്, എന്റെ കുട്ടിക്ക് ഇപ്രാവശ്യം ഒരുപാട് സാധനങ്ങൾ ഗിഫ്റ്റ് ആണല്ലോ. ആ ശരിയല്ലേ, കൈനീട്ടാണല്ലോ, ഉഷാറാണ്. മുന്തസ്താത്തല്ലേ നമ്മള് കുളിപ്പിക്കാൻ ഇതാക്കാനൊക്കെ വരുന്ന ആ താത്തല്ലേ, ഓല് രാവിലെ തന്നെ കൊറേ മുട്ടായി ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്ത് ഓ നീക്കുമ്പോ തന്നെ ആ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ. അപ്പൊ കൈനീട്ടം താത്തന്റെ വകാണ്. ഓ ഉഷാറായല്ലോ. എന്തേനി 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 മോനെ റബ്ബേ അടുത്ത എന്താപ്പത് യാ റബ്ബേ. ഇത് ഗെയിം ഇത് പൊട്ടിക്കരുത് കേട്ടോ, താഴെ വീണ ശ്രദ്ധിക്കണം കേട്ടോ. ഇസിട്ടെ നല്ല അടിപൊളി ഗെയിമാണ്. എന്റെ മോനെ എന്തൊക്കെയാ കിട്ടിയോ, വലിയ ജീപ്പ്, ട്രെയിന്, പിന്നെന്താ ഗെയിം കളിക്കുന്ന സാധനം, ക്ലേ, ഉമ്മാന്റെ കുഞ്ചി, RC കാറ്. അല്ലോ ഇതിപ്പോ ഞമ്മക്കിപ്പം കാണിക്കണ്ടല്ലോ, ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാലോ.
തീരെ ഇതിപ്പോ പുതിയ കണ്ടെടുത്താണ് ഇങ്ങനെ ഇങ്ങനെ ആക്കല്. നമ്മളൊക്കെ പണ്ട് ഇത് ഉതലേനി. എന്റെ ഇസുക്കുട്ടൻ ഇന്ന് മുതലായി മാഷാ അല്ലാ. നീ തോനെ ബർത്ത്ഡേ വരറ്റല്ലേ ഇസുട്ടാ? ഇല്ല ഇസുവോ ഇസുട്ടാ ഇസ്മാനെ ഇസുകുട്ടാ. നാനാജാ വന്ന ശിമോനെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണല്ലോ. ശരി എന്താ ഊതി പറഞ്ഞു വിട്ടിക്കാ നേരം കൂടി ഒന്ന് വിട്ടിക്കാലോ. അതാ ഇവള് നോമ്പ് അതെ നോമ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്വഭാവം മാറും. അത് കഴിഞ്ഞ് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ വേറെ സ്വഭാവം മാറും. അതെ അതെ ഹലോ ഗായ്സ്, ഞാൻ ഇവളുടെ മാത്രമായിട്ടുള്ള ഒരു വ്ളോഗ് ഇടും, ഒരു ദിവസത്തെ വ്ളോഗ്. പക്ഷെ നിങ്ങൾ കണ്ട് മടുത്തേണ്ടി വരും. രാവിലെ ഉറങ്ങും, ഉച്ചക്ക് ഉറങ്ങും, വൈകുന്നേരം നോമ്പറക്കണ വരെ ഉറങ്ങും. എനിക്ക് ഈ പ്രൊഡക്റ്റീവ് മൈൻഡ് അല്ല, ക്രിയേറ്റീവ് തിങ്കിങ്ങാ. അപ്പൊ ഷിമുവിന്റെ ഓർഡർ പ്രൈസ് ആണ് കേട്ടോ. കമന്റിൽ കൊറേ ആൾക്കാർ വരും. അതെ, ഭാവിനെ ഇവിടെ കൊണ്ടുവന്നാണ്ട് തരും. അപ്പൊ അതെ, അപ്പൊ ഇന്ന് ഓളെ ഓർഡർ പ്രൈസ് ആണ്. നമ്മളിങ്ങനെ പൂതി വെച്ചിന്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിക്കണേ നമ്മളെ ഷിമു ഉഷാറായിട്ടുണ്ടാക്കും ലോഡർ പ്രൈസ്. യെസ്, മാഷാല്ലാ. രാവിലത്തെ താത്തൻ്റെ വകയുള്ള കൈനീട്ടം ഏതായാലും അവനിന്ന് ഉഷാറായിട്ടുണ്ട് കേട്ടോ. അതിനത്രയും സർപ്രൈസുകൾ അവന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവന് കാറിലൊക്കെ ഇരുന്ന് ചാടിയൊക്കെ കളിച്ച് നല്ല രസമാക്കുന്നുണ്ട് കേട്ടോ. ഉമ്മ അവിടെ പത്തിരി വരുത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ ഷിമു നമ്മളെ കൂടെ നിന്ന് നോമ്പ് വെറുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ പത്തിരിയും തേങ്ങാച്ചോറും ഇറച്ചിക്കറിയും ഒക്കെയാണ്. പിന്നെ ഇതാ നല്ല അടിപൊളി കൈതച്ചക്കൻ്റെ ജ്യൂസും ഉണ്ട് കേട്ടോ. നമുക്ക് റെഡിയാക്കാം. ഞാനാണ് എപ്പോഴും ഉള്ളി ചാടി വരിക. അപ്പോൾ ഷിമു ഇങ്ങനത്തെ ചൈനീസ് വിഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഐറ്റംസൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് ഉണ്ടാക്കും. അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമാണ് ഈ ലോഡ് ഫ്രൈസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ അവളത് തന്നെ നന്നായിട്ട് നല്ല സൂപ്പറാക്കിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതാ ഫുൾ ഫിനിഷ് വർക്കിലെത്തിക്കണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ അവിടെ എല്ലാവരും വന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. നമ്മളെ മഗ്‌രിബിൻ്റെ ബാങ്ക് കൊടുക്കുമ്പോഴേക്കും എൻ്റെ ഇടയിൽ ഇസുകൂട്ടൻ്റെ ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ട്, ടോയ്സായിട്ട് അതുമായിട്ടൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ നന്നാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ പല പല പണികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മളെ അമ്മേൻ്റെ കുഞ്ചിൽ ആദ്യമായിട്ട് തന്നെ ഇസുക്കുട്ടനോട് 100 രൂപ ഇടാൻ പറയുന്നുണ്ട്. അപ്പോൾ അവനെ ഈ കളിക്കുന്നതിൻ്റെ ഇടയിലാണല്ലോ ഇത് പറയുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ട് പെട്ടെന്ന് ഇടാൻ കഴിയാഞ്ഞിട്ടുള്ള ദേഷ്യം കൊണ്ട് അവനത് അവിടെ കൊടുത്തു പോകുമ്പോൾ ഷിമു അതായാലും ബിസ്മിയൊക്കെ ചൊല്ലി ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ മഗ്‌രിബിൻ്റെ ഒരു നേരമൊക്കെ ആയപ്പോൾ ഇതാ നമ്മളെ ലഘുവായിട്ടുള്ള നോമ്പുതുറയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നല്ല അടിപൊളി കൈതച്ചക്കൻ്റെ ജ്യൂസും ഉമ്മാൻ്റെ പഴംപൊരിയും പിന്നെ ലോഡർ ഫ്രൈസും ഫ്രൂട്ട്സും കട്ട് ഫ്രൂട്ട്സും അങ്ങനെ എല്ലതും ഉണ്ട് കേട്ടോ. എല്ലാം റാഹത്തായിട്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ നോമ്പൊക്കെ തുറന്നു. രസമുണ്ട് എന്നാണ് ഓള് പറഞ്ഞത് അല്ലേ. അപ്പം ക്രെഡിറ്റ് ഗോസ് ടു ഷർമ ബീഗം. പഴംപൊരി നല്ല ടേസ്റ്റുള്ള പഴംപൊരി അടിമച്ചിട്ട്. അൽഹംദുലില്ലാ ഇന്നത്തെ ദിവസം ഒരുപാട് സർപ്രൈസുകളും ഇതൊക്കെ കിട്ടി. മോനക്കായാലും എനിക്ക് വളരെ സന്തോഷമായി. എല്ലാവരോടും താങ്ക്സ്. പിന്നെ നിങ്ങളും കുറേ പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു മോനെ. അപ്പോൾ എല്ലാവരോടും പേഴ്സണലായിട്ട് പറയാൻ പറ്റാത്തതാണ്, എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ ആ ഒരു ദിവസം തന്നെ നമ്മൾ അടിപൊളിയായിട്ട് നല്ല മഴയൊക്കെ കിട്ടിയിട്ട് നമുക്ക് അള്ളാൻ്റെ അനുഗ്രഹം ഏതായാലും അൽഹംദുലില്ലാ എല്ലാതും കൊണ്ട് നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാ ഇന്നത്തെ വ്ലോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. തേങ്ങാച്ചോറും ഇതൊക്കെ കൂട്ടി കഴിക്കുന്നത് വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നതുകൊണ്ടാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്യാത്തത്.